എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത. ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് ക്ലിനിക്, മുട്ടത്തറ, ട്രിവാൻഡ്രം. എന്താണ് ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ്? ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന ഒരു തരം ചീത്ത കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന എനർജി അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ട്രൈഗ്ലിസറൈഡ് അതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ കാണുമ്പോൾ HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല കൊഴുപ്പ് നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചുകൂടെ കെയർ എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് റിസ്ക് നമുക്ക് കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അത് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ കുറച്ച് ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3 മന്ത്സിനുള്ളതിൽ ട്രൈഗ്ലിസറൈഡൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയാണ് ട്രൈഗ്ലിസറൈഡിൻ്റെ നോർമൽ വാല്യൂ നോക്കിയാലോ? നോർമൽ ഒരാൾക്ക് 150 mg/dl ആയിരിക്കണം നോർമൽ വരാനുള്ളത്. ഇനി 150നും 200നും ഇടയ്ക്കാണ് ഒരു വ്യക്തിക്ക് ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പെന്നുണ്ടെങ്കിൽ അത് ബോർഡർ ലൈനാണ്. ട്രൈഗ്ലിസറൈഡ് ബോർഡർ ലൈനിൽ കാണുന്നു എന്നാണ് അർത്ഥം. ഇനി 200നും 500നും ഇടയ്ക്കാണ് ട്രൈഗ്ലിസറൈഡ് വാല്യൂ എന്നുണ്ടെങ്കിൽ അത് ഹൈ ആണ്. 500നും കൂടുതലാണ്, 500 mg/dlനും അധികമാണ് ട്രൈഗ്ലിസറൈഡ് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഹൈ ആണ്. അത് നമ്മൾ എന്തായാലും ഒരു സ്റ്റാറ്റിൻ സപ്പോർട്ടൊക്കെ കൂടെ തന്നെ പോയാലേ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇങ്ങനെ ട്രൈഗ്ലിസറൈഡ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷനായിട്ട് ഹൃദ്രോഗം, ഹാർട്ട്, നമുക്കറിയാമല്ലോ നമ്മുടെ ധമനികളുടെ സൈഡിലായിരിക്കും ഈ ഒരു ട്രൈഗ്ലിസറൈഡിൻ്റെ ഡെപ്പോസിറ്റ് നടക്കുന്നത്, ഭിത്തികളിലൊക്കെ. അപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് ഈ ഒരു അരിമ്പാറ ഷേപ്പിൽ നമ്മളുടെ ഈ ഒരു ട്രൈഗ്ലിസറൈഡ് അടിഞ്ഞു കൂടുകയാണ് സൈഡ് തോറും. എന്നിട്ട് ഇത് റപ്ചറായിട്ട് ആ ഒരു കൊഴുപ്പ് നമ്മൾ ബ്ലഡിൽ മിക്സ് ആയാലും ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നുള്ളത് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഭിത്തിയുടെ സൈഡിലും ഇതുപോലത്തെ കൊഴുപ്പ് കൂടി ഭിത്തിയുടെ കനം കൂടിയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്സ് വരുന്നത് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ ഏറും. അതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസ്, നമ്മുടെ പാൻക്രിയാസിൽ വരുന്ന ഒരു തരം ഇൻഫ്ലമേഷനാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പാൻക്രിയാറ്റിസ് രോഗികൾക്കൊക്കെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് വളരെ വളരെ കൂടുതലായിരിക്കും. പിന്നെ സ്പ്ലീനിന് ഒരു എൻലാർജ്മെൻറ്റ് വരിക, അല്ലെങ്കിൽ ലിവറിന് എൻലാർജ്മെൻറ്റ് വരിക, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് രോഗം നമുക്ക് വരിക, തൈറോയിഡ്, ഇതൊക്കെയാണ് നമ്മൾക്ക് കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാവുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ അബ്ഡോമൻ ഫാറ്റ് നമ്മളൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ അബ്ഡോമൻ ഫാറ്റ് ഒരു ടേപ്പ് എടുത്ത് നമ്മൾ അളന്ന് നോക്കിയാൽ അറിയാം, അത് 80 സെൻറ്റിമീറ്ററിനുള്ളിലായിരിക്കണം. അവരുടെ ഒരു ഹെൽത്തിയാണ്, നമുക്ക് കൊഴുപ്പുകൾ ഇല്ല, നമ്മൾ അത്യാവശ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 80-നുള്ളിൽ നിൽക്കും ആ ഒരു അരവണ്ണം എന്ന് പറയും അത്. ഇനി പുരുഷന്മാർക്കാവട്ടെ അത് 90 സെൻറ്റിമീറ്ററിനുള്ളിൽ നിൽക്കണം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്ര ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തും അതിനെ നമ്മൾ കുറച്ചുകൊണ്ട് ആ ഒരു നോർമൽ ലിമിറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ വയറിൽ 2 തരത്തിലാണ് നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത്. ഒന്ന് തൊലിയുടെ പുറമേ ഉള്ള, തൊലിയുടെ അകത്ത് കാണുന്ന ഒരു കൊഴുപ്പാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും. അത് നമുക്ക് വേണ്ട വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നല്ല കൊഴുപ്പാണ് ഈ ഒരു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇനി ഓർഗൻസിൻ്റെ പുറമേ കാണുന്നതാണ് വിസറൽ ഫാറ്റ്. ഈ വിസറൽ ഫാറ്റ് നമുക്ക് ഒട്ടും ആവശ്യമില്ല. ഈ വിസറൽ ഫാറ്റ് അടിയുമ്പോഴാണ് നമുക്ക് പലതരം പ്രശ്നങ്ങൾ, അത് ഡയബറ്റീസ് ആവട്ടെ, അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ജിം എക്സസൈസുകൾ, അബ്ഡോമൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ലൊരു ഡയറ്റും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വിസറൽ ഫാറ്റിനെ ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കൂടുതലായിട്ടും ഈ ഒരു കോസസ്, അതായത് നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള കാരണം ചിലർക്ക് പാരമ്പര്യമായിരിക്കും കേട്ടോ. നമ്മളുടെ വീട്ടിൽ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ഇതുപോലൊരു പാരമ്പര്യം കിടപ്പുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പാരമ്പര്യ രോഗമുള്ളവർക്ക് ചിലർക്ക് നമ്മൾക്ക് എത്ര ഡയറ്റ് നോക്കിയാലും എത്ര എക്സസൈസ് ചെയ്താലും അവർക്ക് ട്രൈഗ്ലിസറൈഡ് കുറയാതെ വരുന്നൊരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സ്റ്റാറ്റിൻ സപ്പോർട്ടൊക്കെ കൊടുത്തു പോകാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ട്രൈഗ്ലിസറൈഡിനെ നല്ല രീതിക്ക് കൺട്രോൾ വെക്കാനും സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാരണം, നമുക്ക് ഹൈപ്പോതൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ, T3 T4 ഹോർമോണിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അവർക്ക് ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ അത് എന്തായാലും കൺട്രോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗം, നമുക്ക് ഡയബറ്റിസ് ടൈപ്പ് 2 പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ
ഇതുപോലെ തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പിൻ്റെ അളവ് കൂടാനായിട്ട് വളരെ സാധ്യതയുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ചില സ്റ്റിറോയിഡ് ക്രീംസ്, റെറ്റിനോയിഡ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ട്രൈഗ്ലിസറൈഡ് കൂടി കാണാറുണ്ട്. പിന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് മരുന്നുകൾ, അതായത് BP കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക, എന്താണ് നമുക്ക് കാരണം എന്നുള്ളത്. പിന്നെ പുകവലി, മദ്യപാനം അറിയാമായിരിക്കുമല്ലോ, അത് കൂടുതലായിട്ട് പുകവലിയും മദ്യപാനം ഉള്ളവർക്കും ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ 150-നുള്ളിൽ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു നല്ലൊരു ഡയറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾക്ക് ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ്, അരിയാഹാരം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ രാവിലെ 3 ദോശ കഴിക്കുന്നെങ്കിൽ അത് 1.5 ദോശയോ 1 ദോശയാക്കി കുറയ്ക്കുക. ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഒരു ബൗൾ നിറയെ ചോറ് കഴിക്കുന്നെങ്കിൽ അത്രയും വേണ്ട, ഒരു 5 സ്പൂണിനുള്ളിൽ ചോറ് മതിയാവും, തവിടുള്ള അരി. എന്നിട്ട് നന്നായിട്ട് കറികളൊക്കെ കഴിക്കും, അത് മതി, നമ്മുടെ വിഷമം മാറിക്കോളും. പിന്നെ രാത്രി ആവട്ടെ വീണ്ടും അരിയാഹാരം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും പ്രോട്ടീൻസ് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മീനോ മുട്ടയോ ചിക്കനോ അതെന്തെങ്കിലും ഗ്രില്ല് ചെയ്തതോ അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടെ ആണെങ്കിൽ അത് മതി ഡിന്നറിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡയറ്റ് ഒന്ന് ശരിയാക്കുക. അത് മാത്രമല്ല, നമുക്ക് എക്സസൈസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 45 മുതൽ 1 മണിക്കൂർ വരെ ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതും അബ്ഡോമിനൽ ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് അബ്ഡോമൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്യുക. അതായത് പുഷപ്സ് പോലുള്ളതും സിറ്റപ്സ് പോലുള്ളതും ജോഗിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. നടക്കുവാണെങ്കിലും പതിയുള്ള നടത്തം പോരാ, വളരെ വേഗത്തിൽ കൈ വീശി നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്താലേ നമ്മുടെ കലോറീസ് ബേൺ ആവത്തുള്ളൂ. ഇതാണ് എക്സസൈസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഡയറ്റിൽ അരിയാഹാരത്തിൻ്റെ അളവും മധുരവും നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. അരിയാഹാരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് പ്രോട്ടീനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫൈബേഴ്സൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് അരിയാഹാരം നന്നായിട്ട് കുറയ്ക്കും. ഒരു 3 മാസമാണ് കേട്ടോ ഇത് ഫോളോ ചെയ്യാനുള്ളത് നിങ്ങൾ. അപ്പോൾ നമ്മൾക്ക് പ്രോട്ടീൻസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ഈ സീഡുകളൊക്കെ വളരെ നല്ലതാണ്. അതായത് പംകിൻ സീഡ്, ലോട്ടസ് സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനെ പലതരം സീഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. ചെറിയ ബൗൾ നിറച്ച് അല്ലെങ്കിൽ ഒരു കൈപ്പിടിക്ക് നമുക്ക് ഡെയിലി സീഡുകൾ കഴിക്കാം. അതുപോലെ തന്നെ പിസ്ത, ബദാം, കാഷ്യൂ തുടങ്ങിയ നട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം. അതായത് ഒരു ബൗൾ നിറച്ചല്ലെങ്കിൽ 2 കൈപ്പിടിക്ക് നമുക്ക് കഴിക്കാം. ഇത് നമ്മളൊരു 11 മണി സമയത്തോ ഒരു 4 മണി സമയത്തോ കഴിക്കുവാണെങ്കിൽ നമ്മൾ ഈ വടയൊക്കെ ചായയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതാക്കണം നിങ്ങളുടെ സ്നാക്സ് ആയിട്ട്. അപ്പോൾ അത് നല്ല പ്രോട്ടീൻ സോഴ്സാണ്, നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഒരു നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാം. പിന്നെ വെള്ളം കൂടി നന്നായിട്ട് കൂട്ടണം. വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതുകൊണ്ട് 3 ലിറ്റർ വെള്ളം അളന്ന് തന്നെ ബോട്ടിലോ ഗ്ലാസ്സിലോ നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെള്ളം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല. അതുപോലെ ഉറക്കം, ഒരു 7-8 മണിക്കൂർ ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം സ്ട്രെസ്സ് കൂടിയാലും ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട്. HbA1c സ്ട്രെസ്സ് കൂടിയാൽ കൂടുന്ന പോലെ തന്നെയാണ് ട്രൈഗ്ലിസറൈഡും. അതുകൊണ്ട് സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് പെപ്സി, കൊക്കക്കോള അങ്ങനത്തെ കിട്ടുന്ന ടിൻഡായിട്ടുള്ള കോളാസൊക്കെ നമ്മൾ കുടിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും. കാരണം അതിൽ 20 സ്പൂൺ വരെ പഞ്ചസാരയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ കളേഴ്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ ആവശ്യമില്ലാത്ത ഡാൽഡയും റിഫൈൻഡ് ഓയിൽസ് ഒക്കെയാണ് അവരതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുക്കിങ്ങിന് ഏറ്റവും നല്ലത് നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒലിവ് ഓയിൽ ആണെങ്കിലും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയിട്ട് ആൽഡിഹൈഡൊക്കെ ഫോമേഷൻ ഉണ്ടാവാൻ, ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർസിനോജനിക് സബ്സ്റ്റൻസ് ആണ്, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒലിവ് ഓയിൽ ഒരിക്കലും ഹീറ്റ് ചെയ്യാണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സാലഡായിട്ട് എടുത്തിട്ട് 1 സ്പൂൺ അതിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വളരെ ഹെൽത്തി ആയിരിക്കും. വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് അതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക, യാതൊരു രീതിയിലുള്ള റിഫൈൻഡ് ഓയിൽസും ഉപയോഗിക്കാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തെ ഉള്ള ഓയിൽസ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പണ്ട് എല്ലാവരും ഈ പരസ്യം കണ്ട് ഇത് വാങ്ങിക്കുമായിരുന്നു. അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. ട്രൈഗ്ലിസറൈഡ് പെട്ടെന്ന് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് വൈറ്റമിൻസ് വേണം. അതായത് വൈറ്റമിൻ ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഇ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഈ ബിയോണ്ട് 400 mgയുടെ
ഗ്രീൻ കളർ ക്യാപ്സ്യൂൾ എല്ലാവരും തലയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് നമുക്ക് ഉള്ളിൽ കഴിക്കുന്നത് വളരെ ട്രൈഗ്ലിസറൈഡിനെ അലിച്ച് കളയാൻ, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി ഒരെണ്ണം വെച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ ഒമേഗ 3 കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒമേഗ 3 അറിയാമായിരിക്കുമല്ലോ, EPA DHA കോമ്പിനേഷനുള്ള ഒമേഗ 3 ഫിഷ് ഓയിൽ. അത് നമ്മളൊരു 1000 ഡെയിലി ഒരു നേരം വെച്ചിട്ടെങ്കിലും കഴിക്കാൻ നോക്കുക. അതും നമ്മൾ ഇതുപോലെ 2 to 3 months കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 1 month കഴിക്കുവാണെങ്കിൽ സ്ട്രിക്റ്റ് ഡയറ്റും എക്സസൈസും പോകുമ്പോൾ ട്രൈഗ്ലിസറൈഡ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒമേഗ 3, വൈറ്റമിൻ ഇ കഴിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. അതായത് ഗൂസ്ബെറീസ്, അതുപോലെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് പേരക്കയിലും ക്യാപ്സിക്കത്തിലും ഒക്കെയാണ്. അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മദ്യപാനം, പുകവലി ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം കൂടുതലായിട്ട് ഈ പുകവലി ശീലമുള്ളവർക്കാണ് ഹൃദ്രോഗവും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് മദ്യപാനം, പുകവലി പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് നമ്മളൊരു 16 മണിക്കൂർ നമ്മുടെ ഇൻഡസ്ട്രീന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്. അതായത് രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കാം, 11 മണിക്ക് നമുക്കൊരു ചെറിയ ഹെൽത്തി സ്നാക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം, 4 മണിക്ക് കുറച്ച് പ്രോട്ടീൻസും സാലഡ്സും കഴിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഡയറ്റ് നമ്മൾ നിർത്തുക. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് 8:30-കോ 9 o'clock നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മൾ 16 മണിക്കൂർ നമ്മുടെ ഇൻഡസ്ട്രീന് റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടിഞ്ഞു കിടക്കുന്ന ഈ കലോറീസിന് അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റിന് ബേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഇത് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഗാർലിക്കാണ്, അതായത് വെളുത്തുള്ളി. ഒരു 3 അല്ലി വെളുത്തുള്ളി ഡെയിലി രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് അറിയാമല്ലോ, ട്രൈഗ്ലിസറൈഡ് നമുക്ക് കൺട്രോളിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് വരാനും പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാനും സ്പ്ലീനിന് വീക്കം, കരളിന് വീക്കം കൂടാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് തടയാനായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ് കുറച്ച് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ മൊത്തത്തിൽ നമ്മൾ നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല വർഷങ്ങളായിട്ട് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്. അതായത് ഹൃദ്രോഗമാവട്ടെ, പാൻക്രിയാറ്റിസ് ആവട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സ് വെച്ചാൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും കൊളസ്ട്രോൾ കൺട്രോളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്